ഐകോം 2730 VHF UHF ഡുവൽ ബാൻഡർ ആണിത്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഡിറ്റാച്ചബിൾ ആണ്. അതിൻ്റെ മുന്നിൽ കാണുന്ന ബട്ടണുകളാണ് താഴെ കാണുന്നത്. ഇത് ഒരു നോബുണ്ട്, ട്യൂണിങ് നോബ്. അത് ഉപയോഗിച്ച് ഫ്രീക്വൻസി മാറ്റാം, ഡയല്. പിന്നെ MR, കോള്, V മെഗാഹെർട്സ് സ്കാന്, മെയിൻ ബാൻഡ് ചൂസ് ചെയ്യാനുള്ള ബട്ടൺ, ഇവയെല്ലാം ഇപ്പോൾ കണ്ടു. ഇതതിൻ്റെ ഹാൻഡ് മൈക്കാണ്. ഹാൻഡ് മൈക്ക് HM207 ആണ്. അതിൽ കീപാഡുണ്ട്. ഫ്രീക്വൻസി ഡയൽ ചെയ്യാം, വേറെ ഫങ്ഷൻസും ഉണ്ട് അതിന് വേണ്ടിയിട്ട്. VFO ചൂസ് ചെയ്യാം. പിന്നെ ഇത് ഇതിൻ്റെ ഫ്യൂസാണ്, പവർ കേബിളിൽ കണക്ട് ചെയ്തിട്ടുള്ള ഫ്യൂസാണ് ഈ കാണുന്നത്. അതിൻ്റെ റേറ്റിങ്ങും അതിൽ കാണിക്കുന്നുണ്ട്, ഫ്യൂസിൻ്റെ റേറ്റിംഗ് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് പാനലും റേഡിയോവുമായിട്ട് വളരെ നീളമുള്ളൊരു കേബിളുണ്ട്. അതുപോലെ പവർ സപ്ലൈ കേബിളും വളരെ നീളമുള്ളതാണ്. ഇത് റേഡിയോയുടെ പിറകുവശമാണ്. SO239 കണക്ടറും ഫാനും ഹീറ്റ് സിങ്കും പിന്നെ പവർ കേബിള് തുടങ്ങുന്ന ഭാഗവും ഇവിടെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ പവർ കേബിളിന് നല്ല നീളമുണ്ട്. പവർ കേബിളിലെ ഫ്യൂസ് ഒന്നുകൂടെ കാണാം. ഫ്യൂസിൻ്റെ റേറ്റിംഗ് ഇവിടെ ശരിയായിട്ട് കാണാം. ഇതിപ്പോൾ പവർ സ്വിച്ച് ഓണാക്കിയതാണ്. പവർ സ്വിച്ച് ലോങ് പ്രസ് ചെയ്താലാണ് ഓണാവുന്നത്. ഷോർട്ട് പ്രസ് ചെയ്താൽ മ്യൂട്ടാണ്, ശബ്ദം ഇല്ലാണ്ടായി പോകും. ഇത് ഫ്രീക്വൻസികൾ രണ്ട് VFO കാണാം. PTT പ്രസ് ചെയ്യുമ്പോൾ TX ട്രാൻസ്മിറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പം മിഡ് പവറാണ്. ഇപ്പം മെയിൻ ബാൻഡ് മാറ്റാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം മെയിൻ ബാൻഡ് UHF ഫ്രീക്വൻസി ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഇത് ട്യൂണിങ് സ്റ്റെപ്പ് മാറ്റുന്നതാണ്. മെഗാഹെർട്സ് മാത്രമായിട്ട് തിരിക്കാൻ പറ്റും. അത് ആ ബട്ടൺ അമർത്തിയാൽ മതി. ഇത് സ്ക്വെൽഷ് ബട്ടണും ഡയൽ ബട്ടണും ഉണ്ട്. സ്ക്വെൽഷ് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഡയൽ ഫ്രീക്വൻസി മാറ്റാനും ഉപയോഗിക്കാം, മെമ്മറി ചാനൽ മാറ്റാനും ഉപയോഗിക്കാം. മെമ്മറി കോൾ ബട്ടൺ ഉണ്ട് ഇവിടെ, അത് മെമ്മറി ചാനൽ ചൂസ് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ V മെഗാഹെർട്സ് സ്കാൻ, അത് VFO ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഡ്യൂപ്ലെക്സ് മോഡിലാണ്, നെഗറ്റീവ് ഷിഫ്റ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.